പ്രിയ മക്കളെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. എൻ്റെ കൊച്ചുമകൾ ഞങ്ങൾ വൈകിട്ട് നടക്കാൻ പോയപ്പം ചോദിച്ചു, ഈ 3 നോയമ്പ് എന്നാൽ എന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, അതിൻ്റെ ഉദ്ദേശം എന്താണ് ഒന്ന് പറഞ്ഞു തരാമോ? ആ സംശയം നിങ്ങൾക്ക് ഓരോരുത്തർക്കും കണ്ടേക്കാം അല്ലേ? ഉണ്ടോ? എനിക്കറിയാം, നിങ്ങൾക്കും ആ സംശയം ഉണ്ടല്ലേ. നമുക്ക് ആ സംശയം ഒന്ന് മാറ്റിയാലോ? പണ്ട് യേശുക്രിസ്തു ലോകത്തിലേക്ക് വരുന്നതിന് മുന്നേ യഹോവയാൻ ദൈവം നിനവേൽ പട്ടണത്തിലെ ആൾക്കാരുടെ ദുഷ്പ്രവൃത്തി കണ്ടിട്ട്, ദൈവത്തിന് വിരോധമായി ജീവിക്കുന്നത് കണ്ടിട്ട് കോപം പൂണ്ട് യോനാ പ്രവാചകനോട് പറഞ്ഞു, നീ പോയി അവരുടെ ദുഷ്പ്രവൃത്തിയിൽ നിന്നും അവർ പിന്മാറി മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ ഞാൻ അവരെ നശിപ്പിക്കും എന്ന് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയാൻ പറഞ്ഞു. യോന എന്തു ചെയ്തു? യോന നിനവേക്ക് പോകുന്നതിന് പകരം, നമ്മളെല്ലാം നിങ്ങളൊക്കെ ചെയ്യാറുള്ളതല്ലേ, മമ്മി പഠിക്കാൻ പറയുമ്പോൾ പതുക്കെ മൊബൈൽ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഒളിച്ചിരുന്ന മമ്മി കാണുന്നില്ല എന്ന് വിചാരിച്ചൊക്കെ ചെയ്യുന്ന കൊച്ചു കൊച്ചു കുസൃതികളില്ലേ. അതുപോലെ യോനയും നിനവേക്ക് പോകുന്നതിനാണ് തർശീസിലേക്ക് പോകുന്ന കപ്പലിൽ കയറിയിട്ട് കപ്പലിൻ്റെ അടിത്തട്ടിൽ സുഖമായി ഉറങ്ങുകയാണ്. അപ്പോഴിതാ കടൽക്ഷോഭം ഭയങ്കരമായിട്ട് കപ്പലിങ്ങനെ ഒലയുകയാണ്. അപ്പോൾ ഇത് നശിക്കും എന്ന സ്ഥിതിയായപ്പോൾ അവരെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് ഇതാത് കാരണമാണെന്ന് ചീട്ടിട്ടു. അപ്പോൾ യോനയുടെ പേര് വന്നു. യോന പറഞ്ഞു, ഇത് എന്നോട് ദൈവത്തിൻ്റെ ദേഷ്യം കൊണ്ട് ആണ്, നിങ്ങൾ എന്നെ കടലിൽ തള്ളിയാൽ ഇതെല്ലാം ശാന്തമാകും, സമാധാനത്തോടെ പോകാം. അങ്ങനെ യോനയെ അവർ ദുഃഖത്തോടു കൂടി കടലിൽ തള്ളിയപ്പോൾ വലിയ ഒരു തിമിംഗലം വന്ന് യോനയെ അങ്ങ് മിഴുങ്ങി. തിമിംഗലത്തിൻ്റെ വയറ്റിൽ 3 ദിവസം യോന കഴിയുകയാണ്. അപ്പോൾ യോന താൻ ചെയ്ത അനുസരണക്കേടിനെ ഓർത്ത് തെറ്റ് മനസ്സിലാക്കി ദൈവത്തോടെ പശ്ചാത്തപിച്ച് അനുതപിച്ച് ക്ഷമയാചിച്ചു പ്രാർത്ഥിച്ചു. ദൈവം തമ്പുരാൻ മനസ്സലിഞ്ഞ് യോനയ്ക്ക് ഒരു ചാൻസും കൂടെ കൊടുക്കാമെന്ന് നിശ്ചയിച്ച് മത്സ്യത്തോടെ പറഞ്ഞു, യോനയെ കരയിലേക്ക് വിട്ടേക്കാൻ. അതനുസരിച്ച് മത്സ്യം യോനയെ കരയിൽ പോയി ഛർദ്ദിച്ചു. യോന നിനവേയിൽ പോയി അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ദുഷ്പ്രവൃത്തി എല്ലാം വിട്ട് മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ 40 ദിവസത്തിനകം നിങ്ങളെ ദൈവം നശിപ്പിക്കും എന്ന് ദൈവകൽപ്പനയാണ്. അവർ പരിഭ്രമിച്ചു. ഒരു നിവൃത്തിയില്ല. അവർ ദൈവത്തോടെ അവരുടെ ദുഷ്പ്രവൃത്തികളെ ഓർത്ത് അവർ ദൈവത്തോടെ മാപ്പ് ചോദിച്ചു. അവരുടെ തെറ്റ് അവർ മനസ്സിലാക്കി പശ്ചാത്തപിച്ച് അനുതപിച്ച് ദൈവത്തോട് മാപ്പ് ചോദിച്ചപ്പോൾ ദൈവം തമ്പുരാൻ, കാരുണ്യവാനായ ദൈവം, അവരെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ ദൈവം അവരെ നശിപ്പിക്കാതെ ജീവിക്കാൻ അനുവദിക്കുകയാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ 3 നോയമ്പിൻ്റെ, അതായത് 3 ദിവസം യോന തിമിംഗലം എന്ന മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു. അതാണ് ഈ 3 ദിവസത്തെ നോയമ്പ്. വയറ്റിൽ കിടന്നുകൊണ്ട് താൻ ചെയ്ത അനുസരണക്കേടിനെക്കുറിച്ചും അതുപോലെ നിനവേലയുള്ള ആൾക്കാർ അവർ ചെയ്ത ദുഷ്പ്രവൃത്തിയെക്കുറിച്ചും മനസ്സിലാക്കി പശ്ചാത്തപിച്ച് അനുതപിച്ച് ദൈവത്തോടെ മാപ്പ് ചോദിച്ചപ്പോൾ കാരുണ്യവാനായ ദൈവം അവരോടെയും യോനയോടെയും ക്ഷമിക്കുകയാണ്. ഇത് നമ്മൾ ഓർത്ത്, കർത്താവിൻ്റെ ഇത്രയും കാരുണ്യവാനായ ദൈവത്തെ ഓർത്ത്, അവൻ്റെ കരുണയെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി സ്തോത്രം ചെയ്ത് ധ്യാനിച്ച്, അതേസമയം നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പല കുറ്റങ്ങളുണ്ടല്ലേ, ആ കുറ്റങ്ങളെല്ലാം ഓരോന്നോരോന്നായി എണ്ണി നമ്മൾ കണ്ടുപിടിച്ച് ദൈവത്തോടെ മാപ്പ് ചോദിച്ചാൽ ദൈവം നമ്മളോടും ക്ഷമിക്കും. അതാണ് ഇതിൻ്റെ ഈ 3 നോയമ്പിൻ്റെ പ്രധാനമായിട്ടുള്ള പ്രാധാന്യവും അതിൻ്റെ ഉദ്ദേശവും. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? 1, ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ഒരാളെ നിയോഗിച്ചാൽ ദൈവം തീർച്ചയായും ചെയ്തിരിക്കും. 2, അതായത് യെശയ്യാ 55:10-11, ദൈവത്തെ നമ്മൾ ആരും കാണുന്നില്ല എന്ന് പറഞ്ഞോട്ട് നമ്മൾ ഏത് പ്രവൃത്തി ചെയ്താലും ദൈവം തമ്പുരാൻ കാണുന്നു എന്ന് മനസ്സിലാക്കുക. 3, നമ്മൾ തെറ്റ് ചെയ്താൽ ദൈവം ശിക്ഷിക്കും. 4,
നാം തെറ്റ് ചെയ്താൽ ദൈവം ശിക്ഷിച്ചാലും നമ്മളെ നശിപ്പിക്കത്തില്ല. നമ്മൾ അത് പശ്ചാത്തപിച്ച് ക്ഷമ ചോദിച്ചാൽ ദൈവം നമ്മളോട് ക്ഷമിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ 3 നോയമ്പിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ശരിയായി അത് ആചരിക്കുക. ദൈവത്തിൻ്റെ കൈ പിടിച്ച് ദൈവം കാണിക്കുന്ന പാതയിൽ ദൈവേഷ്ടപ്രകാരം ജീവിക്കുക.